അമ്മേ നാരായണ. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ആഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 11 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുകയാണ്. ഞാൻ ആചാര്യന്മാരായിട്ട് വരുന്നത് ഭാഗവത രംഗത്ത് ഇന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും അതുപോലെ മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടുമാണ്. അതിലിപ്പോൾ തിരുമേനി ചോറ്റാനിക്കര അമ്പലത്തിൽ ഇപ്പോൾ സപ്താഹം ആഗസ്റ്റ് 4 മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്ത് അവതാരമാണ്? ഇത് കൃഷ്ണാവതാരമാണ്. ഇന്നത്തെ 10 മണിക്കാണ് ശ്രീകൃഷ്ണാവതാരം. ഇന്ന് എന്തൊക്കെയാണ് വഴിപാടുകൾ ഇവിടെ വരുന്നത്? അതൊക്കെ ഭക്തർക്ക് ഇങ്ങനെ നമുക്ക് പെരുന്നാൾ നൽകി സമർപ്പിക്കാം. പിന്നെ രാവിലെ ഗണപതി ഹോമം, വൈകുന്നേരം ഭഗവത് സേവ. ഭഗവത് സേവയുണ്ട്. ആഗസ്റ്റ് 11 വരെ സ്വയംവരം. അതെ അതെ. ഏതായാലും കർക്കിടക മാസത്തിലെ ഈ സപ്താഹം വളരെ ശ്രദ്ധേയം തന്നെയാണ്. ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ അല്ലേ? അതെ. ഇത് അതെ 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 അതൊരു പുണ്യം തന്നെയാണ് ഈ സമയത്ത് അമ്മയെ വന്ന് കാണുക എന്ന് പറയുന്നത്. സന്തോഷം തിരുവേനി. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതെ. ശ്രീരാജരാജേശ്വരി ശ്രീചക്രാംഗിതരത്നപീഠനിലയാം ശ്രീരാജരാജേശ്വരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന ഭക്തന്റെ ചരിത്രമാണ് ഇന്നലെ നമ്മൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്കറിയാം, കർക്കിടക മാസമാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ. പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനം ത്തിലുപരി ഇവിടെ ഒരു സപ്താഹയജ്ഞം നടക്കുകയാണ്. അത് വളരെ ഭക്തിയാർന്ന രീതിയിൽ തന്നെയാണ് ഈ സപ്താഹം ചോറ്റാനിക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഗസ്റ്റ് 4 ആരംഭിച്ചു, 11 തീയതി അവസാനിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ചോറ്റാനിക്കര ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ നാരായണ.